ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ IER ഫിൽറ്റർ ഡിസൈനിൻ്റെ പാർട്ട് 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ IER ഫിൽറ്റർ ഡിസൈന് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കാണും. അതിനകത്ത് നമ്മൾ ഫുൾ ടോപ്പിക്സും കവർ ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സിലബസ് ആണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EC 301 S5 EC-കാരുടെ DSPയുടെ സിലബസ് ആണ് IER ഫിൽറ്റർ ഡിസൈനിന്. അത് മോഡ്യൂൾ 4-ലാണ് S5 EC-ക്ക് IER ഫിൽറ്റർ ഡിസൈൻ വരുന്നത്. അതുപോലെ S7 ട്രിപ്ലിക്ക് 407 DSP, അത് മോഡ്യൂൾ 3-ലാണ് IER ഫിൽറ്റർ ഡിസൈൻ വരുന്നത്. S6 അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡൻസിന് മോഡ്യൂൾ 4 ആണ് IER ഫിൽറ്റർ ഡിസൈൻ. ഓക്കെ, ഏകദേശം സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പം ഈ മൂന്ന് ബ്രാഞ്ചുകാർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഈ വീഡിയോസ് ഈ ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം IER ഫിൽറ്റർ ഡിസൈനിൻ്റെ സിലബസ് ആണ് 3 സ്ട്രീംകാർക്കുള്ളത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. IER ഫിൽറ്റർ ഡിസൈൻ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. ഇപ്പം നോർമലി നമ്മൾ IER ഫിൽറ്ററിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ പഠിച്ചു. IER ഫിൽറ്റർ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിന് നമ്മൾ റിയലൈസേഷൻ എന്ന് പറയും. റിയലൈസേഷൻ, വേരിയസ് റിയലൈസേഷൻസ് നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ, അത് തന്നെ 1 and 2 ഉണ്ട്. കാസ്കേഡ് റിയലൈസേഷൻ, പാരലൽ റിയലൈസേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് റിയലൈസേഷൻസ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HOFZ തരും. ഓക്കെ, റിയലൈസ് ചെയ്യാൻ വേണ്ടി HOFZ ഗിവൺ ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ബേസിക് കമ്പോണൻസ് ആയ ആഡർ, മൾട്ടിപ്ലെയർ, ഡിലേ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പം ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പ്രോസസ് ആണ്. നമുക്ക് സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസ് ഒക്കെ തരും. അത് വെച്ചിട്ട് വി നീഡ് ടു ഡിസൈൻ HOFZ. അതാണ് നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫിൽറ്റേഴ്സിന്റെ സ്പെസിഫിക്കേഷൻസ് തരും. അത് വെച്ചിട്ട് HOFZ ഡിസൈൻ ചെയ്യണം. ഓൾറെഡി നമ്മൾ FIR ഫിൽറ്റർ ഡിസൈൻ പഠിച്ചു. FIR ഫിൽറ്റർ ഡിസൈൻ, ഫോറിയർ സീരീസ് മെത്തേഡും അതുപോലെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ്, അതിന് വേറെ നെയിമാണ് വിൻഡോയിങ് മെത്തേഡ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യാത്തവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ FIR ഫിൽറ്റർ ഡിസൈനും ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ FIR ഫിൽറ്റർ ഡിസൈനിൻ്റെ കേസിൽ ആ ഒരു മെത്തേഡ്, ആ ഒരു ടെക്നിക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളുടെ IER ഫിൽറ്റർ ഡിസൈന്. FIR ഫിൽറ്റർ ഡിസൈനിൽ നമ്മൾ എന്താ ചെയ്തത്? FIR ഫിൽറ്ററിന്റെ കേസിൽ നമ്മൾ ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDN ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ട്രങ്കേറ്റ് ചെയ്ത് HN ആക്കി എന്നിട്ട് HOFZ ഫൈൻഡ് ഔട്ട് ചെയ്യുക ചെയ്തത്. അതായിരുന്നു നമ്മളുടെ ഒരു ജനറൽ FIR ഫിൽറ്റർ ഡിസൈൻ. അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ല നമ്മളുടെ IER ഫിൽറ്റർ ഡിസൈൻ എന്ന് പറയുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ സ്കീമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമുക്കറിയാം IER ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്, അല്ലേ? ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്ററിന്റെ ഷോർട്ട് ഫോം ആണ് IER ഫിൽറ്റർ എന്ന് പറയുന്നത്. ഒരു ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അതൊരു റിക്കേഴ്സീവ് ടൈപ്പിന് എക്സാമ്പിൾ ആയിരുന്നു. റിക്കേഴ്സീവ് ഫിൽറ്റർ ആയിരുന്നു. അതായത് അതിന്റെ ഔട്ട്പുട്ട് Y(n) ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്, പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് yn-1, yn-2 എക്സെട്ര. ഓക്കെ, ഫീഡ്ബാക്ക് ഉണ്ട്. പാസ്റ്റ് വാല്യൂസിന് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരുന്നു. അതാണ് നമ്മുടെ IER ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിക്കേഴ്സീവ് ഫിൽറ്റർ ആണ്. ഓക്കെ, അതുപോലെ അതിന്റെ HOFZ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ടേം കാണും, ഡിനോമിനേറ്റർ ടേം കാണും. ഇത്രയും ബേസിക്സ് നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ പറയാം. IER മീൻസ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. അതായത് അതിന്റെ HN ആണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് ഇൻഫിനിറ്റ് ഡ്യൂറേഷനിലായിരിക്കും IERന്റെ കേസിൽ. That is an example of recursive filter. That is, output is a function of present value of input xn, past values of input xn-1, xn-2, etc. and past values of output yn-1, yn-2, etc.
ഓൾസോ ഇറ്റ് സിസ്റ്റം ഫംഗ്ഷൻ ഇൻ ദ ഫോം ഓഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ മീൻസ് ഓൾറെഡി പറഞ്ഞു എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് IAR ഫിൽറ്ററിന്റെ ഡിസൈനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു IAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു HOF നമ്മൾ ഡിസൈൻ ചെയ്യും. HOF മീൻസ് എന്താണ്? അനലോഗ് ആണ്. ഓക്കെ, HOF മീൻസ് അനലോഗ് ആണ്. അപ്പൊ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? അതിനെ HOF ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ HZ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ് മെത്തേഡാണ് ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെ തേർഡ് ഒരു മെത്തേഡ് ഉണ്ട് മാച്ച്ഡ് ഇസഡ് ട്രാൻസ്ഫോം ടെക്നിക്ക്. മാച്ച്ഡ് ഇസഡ് ട്രാൻസ്ഫോം ടെക്നിക്ക്. അതിൽ നമ്മളുടെ സിലബസിൽ ഈ രണ്ട് മെത്തേഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ. സിലബസ് കാണിക്കാം. ഇതിനകത്ത് ഡിസൈൻ ഓഫ് IAR ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ഫ്രം അനലോഗ് ഫിൽറ്റേഴ്സ്. ഓക്കെ, IAR ഫിൽറ്റർ ഡിസൈൻ ബൈ ഇമ്പൾസ് ഇൻവേരിയൻസ് ആൻഡ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് SYEC വരുന്ന IAR ഫിൽറ്റർ സിലബസ് എന്ന് പറയുന്നത്. അതുപോലെ S7 വരുമ്പോഴത്തേക്ക് IAR ഫിൽറ്റർ ഡിസൈൻ ആണ്. അപ്പൊ അതിനകത്ത് രണ്ട് അനലോഗ് ടൈപ്സ് ഉണ്ട്, ബട്ടർവർത്ത് ചെവിച്ചപ്പോൾ പറയാം. അതുപോലെ ഡിസൈൻ ബൈ ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്, വേർ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ് അത് അനദർ മെത്തേഡാണ്. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ് അതാണ് S7 സിലബസിനകത്ത് വരുന്ന കണ്ടന്റ്. ഇനി S6A FI ഡിസൈൻ ഓഫ് അനലോഗ് പ്രോട്ടോടൈപ്പ്, അനലോഗ് ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ, ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അനലോഗ് പ്രോട്ടോടൈപ്പ് ടു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, അത്രയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഒരു IAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറയുന്നത്, IAR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫിൽറ്റർ ആണ്. ഡിജിറ്റൽ ഫിൽറ്ററിന്റെ എക്സാമ്പിൾ ആണ് IAR ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്, അത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ എക്സാമ്പിൾ ആണ്. അത് അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ. ഡിജിറ്റൽ ഫിൽറ്റർ വരുമ്പോഴത്തേക്ക് സ്ട്രക്ചറിനകത്ത് വരുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡർ എലമെന്റ്സ് വരും. ആഡർ, രണ്ട് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ആഡർ, പിന്നെ മൾട്ടിപ്ലയർ, ദെൻ ഡിലേ എലമെന്റ്സ്, ഇസഡ് ഇൻവേഴ്സ് ബ്ലോക്ക്. ഇത് മൂന്നുമാണ് ഡിജിറ്റൽ ഫിൽറ്ററിൽ വരുന്ന കമ്പോണൻസ്. അനലോഗ് ഫിൽറ്റർ ആയിരുന്നെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ വെച്ചിട്ടുള്ളതാണ് അനലോഗ് ഫിൽറ്റർ. ഡിജിറ്റൽ ഫിൽറ്ററിലാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കമ്പോണൻസ് അല്ല വരുന്നത്. പകരം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആഡർ, മൾട്ടിപ്ലയർ ആൻഡ് ഡിലേ എലമെന്റ്സ്. ഇത് മൂന്ന് കമ്പോണൻസ് ആണ് വരുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് IAR ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഡിജിറ്റൽ ഫിൽറ്റർ HZ ഡിസൈൻ ചെയ്യല്ല ചെയ്യുന്നത്. തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ്, ഇപ്പൊ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും അതിന് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്ത് എന്നിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് അതിന് HZ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇനി അനലോഗ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞില്ലേ, അനലോഗ് പ്രോട്ടോടൈപ്പ് രണ്ട് കാറ്റഗറിയിൽ വരും. ദിസ് അനലോഗ് പ്രോട്ടോടൈപ്പ് അത് ബേസിക്കലി രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് വൺ ആണ് ബട്ടർവർത്ത് ഫിൽറ്റർ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ചെബിഷേവ് ഫിൽറ്റർ. ഓക്കെ, അപ്പം ഈ IAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ അനലോഗ് പ്രോട്ടോടൈപ്പ് ആയ
ബട്ടർവർത്ത് ഫിൽറ്ററും ചെബിഷേവ് ഫിൽറ്ററും ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനകത്ത് ഈസി സ്റ്റുഡൻസിന് സിലബസിനകത്താണെങ്കിൽ ഓൺലി ബട്ടർവർത്ത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അനലോഗ് പ്രോട്ടോടൈപ്പ് ബട്ടർവർത്ത് മാത്രം പഠിച്ചാൽ മതി. ട്രിപ്പിൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അനലോഗ് പ്രോട്ടോടൈപ്പ് ബട്ടർവർത്ത് ആൻഡ് ചെബിഷേവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും രണ്ട് മെത്തേഡ്സും അറിഞ്ഞിരിക്കണം. ടൈപ്പ് ചെബിഷേവ് ബട്ടർവർത്ത് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് അത് രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈസിയിൽ സിലബസിൽ ബട്ടർവർത്ത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കേസിൽ ഈ അനലോഗ് പ്രോട്ടോടൈപ്പ് ബട്ടർവർത്തും ചെബിഷേവും നമുക്ക് ഡിസൈൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഒന്നെങ്കിൽ ബട്ടർവർത്തിന്റെ HOFS അല്ലെങ്കിൽ ചെബിഷേവിന്റെ HOFS ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, അപ്പോൾ ആ രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഐദർ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് അതിന്റെ ഈക്വലന്റ് HZ കൺവേർട്ട് ചെയ്യും. അതാണ് അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്നത്തെ സെഷനിൽ എന്താണ് ബട്ടർവർത്ത് ഫിൽറ്റർ, അതുപോലെ എന്താണ് ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ബട്ടർവർത്ത് ഫിൽറ്റർ. ഇതൊരു ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ ആണ്. ഓർത്ത് വെച്ചിരിക്കണം, ഒരു ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ ആണ്. ഫിൽറ്റർ മീൻസ് എന്താണ്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസിനെ ഫിൽറ്റർ ചെയ്യുക, അതാണ് നമ്മൾ ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബട്ടർവർത്തും ചെബിഷേവും രണ്ടും ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ നമ്മൾ നോർമൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ. അതായത് ലോ ഫ്രീക്വൻസീസ് പാസ് ചെയ്യും, ഹയർ ഫ്രീക്വൻസീസിന് അത് പാസ് ചെയ്യത്തില്ല. അപ്പൊ അതാണ് ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിന് ഈ പാസ് ചെയ്യുന്നതിന് നമ്മൾ പാസ് ബാൻഡ് എന്ന് പറയും, പിന്നെ സ്റ്റോപ്പ് ബാൻഡ്, അങ്ങനത്തുള്ള ഡിഫറെന്റ് ബാൻഡ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബട്ടർവർത്ത് ഫിൽറ്ററും ചെബിഷേവ് ഫിൽറ്ററും പഠിക്കാൻ പോകുന്ന രണ്ടും ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഈ ബട്ടർവർത്തിന്റെ അപ്രോക്സിമേഷൻ ഒരു ഫിഗർ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഫിഗർ പഠിച്ചു വെക്കണം. അതില് ഇവിടെ ഫ്രീക്വൻസി ആണ്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് HJω മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് നോർമലി ഒരു ലോ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഒരു ഐഡിയൽ കേസിന്. ഓക്കെ, ഐഡിയൽ കേസിൽ ഇപ്പം ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ കേസിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫിൽറ്ററിന് ഓർഡർ ഓഫ് എ ഫിൽറ്റർ ഒരു പാരാമീറ്റർ ആണ്, N എന്ന് പറയും. ഓർഡർ ഓഫ് എ, അത് നമ്മൾ N കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ ωc കട്ട് ഓഫ് ഫ്രീക്വൻസി അത് വേറൊരു പാരാമീറ്റർ. ഇങ്ങനത്തുള്ള പാരാമീറ്റേഴ്സ് വരും, അത് നമുക്ക് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക, ഒരു ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേസിൽ ഈ ഓർഡർ കൂടുന്ന അനുസരിച്ച് അത് ഐഡിയലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഓർഡർ കൂടുന്ന അനുസരിച്ച് അത് ഐഡിയലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. ഇവിടെ 3 കളേഴ്സ് ഞാൻ മെൻഷൻ കാണിച്ചിട്ടുണ്ട് ഫിഗറിനകത്ത്. ഒന്ന് യെല്ലോ, ഗ്രീന്, റെഡ്, 3 കാണിച്ചിട്ടുണ്ട്. അതിൽ ഓർഡർ വെച്ചിട്ടാണ്, ഇപ്പൊ ഈ N വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ യെല്ലോ കേസ് ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ N = 2ന്റെ കേസാണ്. ഗ്രീൻ വരുമ്പോഴത്തേക്ക് N = 4ന്റെ കേസാണ്. അതുപോലെ റെഡ് വരുന്ന N = 6ന്റെ കേസാണ്. അപ്പൊ നോക്കിയാൽ മതി, ഓർഡർ കൂടുന്ന അനുസരിച്ച് എന്തായിട്ട് വരുന്നത്, ആ ഡോട്ടഡ് വൈറ്റ് ഇട്ടിരിക്കുന്നതാണ് ഐഡിയൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്ത് വരുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ആസ് ദ ഓർഡർ ഓഫ് N increases the ideal filter approximation nearly equals to ideal case. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് HJω, ഇതാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ്, അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്. ഇപ്പൊ എക്സാമിന് ബട്ടർവർത്തും ചെബിഷേവും രണ്ടും കൂടി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ അതിനകത്ത് മെയിൻ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഫാക്ടറാണ് ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ കേസിൽ ആസ് ദ ഓർഡർ ഓഫ് N increases അത് ഷാർപ്പനായിട്ട് വരും. ഓക്കെ, അതുപോലെ ഇതിന്റെ കേസിൽ ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഡിക്രീസസ് മോണോട്ടോണിക്കലി വിത്ത് ഫ്രീക്വൻസി ബോത്ത് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ്. ഇതിന്റെ കേസിൽ ഇതാണ് നമ്മൾ പാസ് ബാൻഡ് എന്ന് പറയുന്നത്.
ഫ്രീക്വൻസി പാസ് ചെയ്യുന്ന ബാൻഡാണ് പാസ് ബാൻഡ്. ഈ പോർഷനാണ് നമ്മൾ സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ, ഫിൽറ്ററിന് പാസ് ബാൻഡും ഉണ്ട്, സ്റ്റോപ്പ് ബാൻഡും ഉണ്ട്. അപ്പൊ അതിൽ ഈ പാസ് ബാൻഡ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസീസ് പാസ് ചെയ്യുന്ന ബാൻഡാണ് പാസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേസിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ്, മോണോട്ടോണിക്കൽ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ടോൺ ആണ്, അതായത് അതിനിങ്ങനെ റിപ്പിൾസോ അങ്ങനത്തെ ഒന്നും വരത്തില്ല, സിംഗിൾ ടോൺ ആയിട്ടായിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ബോത്ത് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് ഇറ്റ് ഈസ് ഹാവിങ് മോണോട്ടോണിക്കലി സ്മൂത്ത് റെസ്പോൺസ് ആണ്. ഓക്കെ, അതുപോലെ ആസ് ദ ഓർഡർ n ഇൻക്രീസസ് ദ റെസ്പോൺസ് മോർ ക്ലോസ്ലി അപ്രോക്സിമേറ്റ് ടു ഐഡിയൽ റെസ്പോൺസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഫിൽറ്ററിന് മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ എന്നും പറയും. ഒരു അനദർ നെയിം ആണ്. ബട്ടർവർത്ത് ഫിൽറ്റർ ഈസ് ഓൾസോ കോൾഡ് ആസ് മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ. ചിലപ്പം എക്സാമിനാണെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്ക് ബട്ടർവർത്തിന് സ്പെസിഫൈ ചെയ്ത് പറയത്തില്ല, പകരം ഡിസൈനെ മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ എന്നായിരിക്കും പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർവർത്ത് ഫിൽറ്റർ ആണ്, അതിനകത്ത് റെസ്പോൺസ് പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും ഫ്ലാറ്റ് ആണ്, അതുകൊണ്ടാണ് അതിന്റെ മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ മീൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ. സെക്കൻഡ് വണ്ണ് അതിന്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക, അതിനകത്ത് പാസ് ബാൻഡ് മാർക്ക് ചെയ്യണം, സ്റ്റോപ്പ് ബാൻഡ് മാർക്ക് ചെയ്യണം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ ഓർഡർ ഓഫ് n ഇൻക്രീസസ് ദ റെസ്പോൺസ് മോർ ക്ലോസ്ലി അപ്രോക്സിമേറ്റ് ടു ഐഡിയൽ റെസ്പോൺസ്. ഓർഡർ കൂടുന്നതനുസരിച്ച്, ഇപ്പൊ ഇതിന്റെ കേസിൽ ഐഡിയൽ എന്ന് പറയുന്നത് ഇതാണ് ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓർഡർ കൂടുന്നതനുസരിച്ച് അതെന്തിലേക്ക് വരും? ഐഡിയൽ റെസ്പോൺസിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. ഇത് ഡിസൈൻ പർപ്പസിന് വേണ്ടി എടുത്തിരിക്കുന്ന 2 അപ്രോക്സിമേഷൻസ് ആണ്. ഓക്കെ, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 2 അപ്രോക്സിമേഷൻസ് ആണ്. അതിന്റെ അനദർ നെയിം ആണ് മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ, സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് ഫ്ലാറ്റ് റെസ്പോൺസ് ബോത്ത് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ് ആവുമ്പം അതിന് പോൾസ് കാണും, ഇല്ലേ? പോൾസ് കാണും ഫിൽറ്റേഴ്സ് ആവുമ്പോൾ. അപ്പം പോൾസ് ഈ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ കേസിൽ ലൈ ഇൻ എ സർക്കിൾ ഇൻ എസ് പ്ലെയിൻ ആയിരിക്കും. പോൾസ് ലൈ ഇൻ എ സർക്കിൾ ഇൻ എസ് പ്ലെയിൻ ആയിരിക്കും. അത് വേറൊരു സ്പെഷ്യാലിറ്റിയാണ്. ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ കേസിൽ നമ്മൾ എസ്പ്ലെയിൻ വരയ്ക്കും, അല്ലെ? എസ്പ്ലെയിൻ വരയ്ക്കുമ്പോഴത്തേക്ക് പോൾസ് ലൈ ചെയ്യുന്നത് ഇന്നെ സർക്കിൾ ഫോർമാറ്റിലായിരിക്കും. ഇപ്പൊ പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ സർക്കുലർ ഷേപ്പിലായിരിക്കും അത് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷൻ, അതിന്റെ സ്പെഷ്യാലിറ്റീസ്. അത് എക്സാമിന് ഇപ്പം ബട്ടർവർത്ത് ഫിൽറ്റർ എക്സ്പ്ലെയിൻ തിയറി ആയിട്ട് ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡ് അപ്രോക്സിമേഷൻ ആണ് ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ. ഫിൽറ്റർ അപ്രോക്സിമേഷൻ, ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം വരയ്ക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് ലോ പാസ് ആണ്. ഇപ്പം ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അതിന്റെ കേസിൽ മറ്റേതുപോലെ ഫ്ലാറ്റ് ആയിരിക്കത്തില്ല, ഇങ്ങനത്തെ ഉള്ള റിപ്പിൾസ് ഉണ്ട്. ഓക്കെ, പാസ് ബാൻഡിൽ ഇങ്ങനെ വരും. ഓക്കെ, ബട്ടർവർത്തിന്റെ കേസിൽ ഫ്ലാറ്റ് ആയിരുന്നു, ഇതിന്റെ കേസിൽ റിപ്പിൾസ് വരും. ഇപ്പോൾ ഒന്നെങ്കിൽ റിപ്പിൾസ് ദിസ് ഈസ് ഇൻ പാസ് ബാൻഡ്. സെക്കൻഡ് ഒരു കാറ്റഗറി ഉണ്ട്, അതിന്റെ കേസിൽ പാസ് ബാൻഡ് വന്നിട്ട് സ്റ്റോപ്പ് ബാൻഡിൽ ഇതുപോലെ റിപ്പിൾസ് കാണും. ഓക്കെ, ദിസ് ഈസ് ഒമേഗ, ദിസ് ഈസ് ഓൾസോ ഒമേഗ, ദിസ് ഈസ് മോഡ് j omega, this is also mode j omega. ഇതിനകത്ത് ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷന്റെ കേസിൽ റിപ്പിൾസ് ഉണ്ട്. ഒന്നെങ്കിൽ പാസ് ബാൻഡിൽ കാണും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ബാൻഡിൽ എവിടെയെങ്കിലും ഒരിടത്ത് അതിന് റിപ്പിൾസ് കാണും. അതിൽ പാസ് ബാൻഡിൽ റിപ്പിൾസ് വരുന്നതിനാണ് നമ്മൾ ചെബിഷേവ് ടൈപ്പ് 1 എന്ന് പറയും. ചെബിഷേവ് ടൈപ്പ് 1. അതുപോലെ സ്റ്റോപ്പ് ബാൻഡിൽ റിപ്പിൾസ് വരുന്നതിന് വി കോൾ ഇറ്റ് ആസ് ടൈപ്പ് 2, അല്ലെങ്കിൽ അതിന് വേറൊരു നെയിം ഉണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഇൻവേഴ്സ് ചെബിഷേവ് ഫിൽറ്റർ. ഇൻവേഴ്സ് ചെബിഷേവ് ഫിൽറ്റർ. ഓക്കെ, അപ്പൊ ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷന്
ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് റിപ്പിൾസ് ഐദർ ഇൻ പാസ് ബാൻഡ് ഓർ സ്റ്റോപ്പ് ബാൻഡ്. എവിടെയെങ്കിലും ഒരിടത്ത് റിപ്പിൾസ് കാണും. അത് പാസ് ബാൻഡ് റിപ്പിൾസ് ഉള്ളതിന് നമ്മൾ വി വിൽ കാറ്റഗറൈസ് അണ്ടർ ടൈപ്പ് 1 ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് റിപ്പിൾസ് വരുന്നതിന് we categorize under type 2 and it is also called as inverse Chebyshev filter. Okay. ഇതിനകത്ത് ഈ ടൈപ്പ് 1 വരുമ്പോഴത്തേക്ക് അത് n ഓടും n ഈവനും ആവാം. ഓക്കെ, അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കേസിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെ വരാം. ഓക്കെ, ഇതും റിപ്പിൾസ് ഇൻ പാസ് ബാൻഡ് ആണ്, ഇത് റിപ്പിൾസ് ഇൻ പാസ് ബാൻഡ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വരുവാണ്. അപ്പൊ ഇത് n ഈക്വൽ ടു നമ്മൾ n ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിൽറ്ററിന്റെ ഓർഡർ n. അപ്പൊ n ദിസ് ഈസ് n ഈക്വൽ ടു ഈവൻ ആവുന്ന കേസാണിത്. n ഈവൻ ആവുന്ന കേസ്, അതായത് 2, 4, 6 അങ്ങനെ ഈവൻ കേസ് വരുന്ന കേസിലാണ് എന്ത് വരുന്നത്, ഈ ഒരു രീതിയിലും അതിന്റെ റെസ്പോൺസ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് 1 ആണ്, അല്ലെങ്കിൽ ഹാഫ് ആണ് വരുന്നത്. ഓക്കെ, ദിസ് കറസ്പോണ്ട്സ് ടു n ഈക്വൽ ടു ഓഡ് 1. അപ്പോൾ 1, 3, 5 അങ്ങനെ വരുന്ന കേസിൽ ടൈപ്പ് 1 ഈ 2 കാറ്റഗറിയിലായിട്ട് വരുന്നു. ഓക്കെ, ഇതിന്റെ കേസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ സ്റ്റാർട്ടിങ്ങിലല്ല വരുന്നത്. ഇത് സ്റ്റാർട്ടിങ് വെച്ചിട്ട് നമുക്ക് ഫോർ n ഈക്വൽ ടു ഈവൻ കേസിൽ അതിന്റെ റെസ്പോൺസ് ഇങ്ങനെ ആയിരിക്കും. ഫോർ n ഈക്വൽ ടു ഓഡിന്റെ കേസിൽ അതിന്റെ റെസ്പോൺസ് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാംസ് നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫിൽറ്റർ ഹാസ് എ റിപ്പിൾ ഇൻ പാസ് ബാൻഡ്. ഈ റിപ്പിൾ ഇൻ പാസ് ബാൻഡ് ഇതിന്റെ കേസിൽ, അതായത് ടൈപ്പ് 1ന്റെ കേസിൽ ഇറ്റ് ഹാസ് റിപ്പിൾ ഇൻ പാസ് ബാൻഡ് ആൻഡ് മോണോട്ടോണിക് ഇൻ സ്റ്റോപ്പ് ബാൻഡ്. ഇതിന്റെ കേസിൽ ഇറ്റ് ഹാസ് മോണോട്ടോണിക് ഇൻ പാസ് ബാൻഡ് ആൻഡ് റിപ്പിൾസ് ഇൻ സ്റ്റോപ്പ് ബാൻഡ്. അപ്പൊ അതാണ് അതിന്റെ 2 ഡെഫിനിഷൻസ് വരുന്നത്. ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർഡ് ടു ബട്ടർവർത്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ട്രാൻസിഷൻ വിഡ്ത്ത് ലോ ആയിരിക്കും. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ട്രാൻസിഷൻ വിഡ്ത്ത്, അതായത് പാസ് ബാൻഡ് സ്റ്റോപ്പ് ബാൻഡ് തമ്മിലുള്ള അതിന്റെ വിഡ്ത്ത് കുറവായിരിക്കും ചെബിഷേവ് ഫിൽറ്ററിന്റെ കേസിൽ. അതുപോലെ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു പോൾ ലൈസ് ഇൻ സർക്കിൾ ഇൻ എക്സ്പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. ചെബിഷേവ് വരുമ്പോഴത്തേക്ക് പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും. അതിന്റെ പോൾ ലൊക്കേഷൻ വരുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എലിപ്സ് രൂപത്തിലായിരിക്കും അതിനകത്ത് പോള് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബട്ടർവർത്തിന്റെ കേസിൽ ലൈൻ സർക്കിൾ ആണ്. ബട്ടർവർത്തിന്റെ ജനറൽ ആയിട്ടുള്ള ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിന്റെ ഇക്വേഷൻ വരുന്നത് മോഡ് G(j)omega equal to A divided by root of 1 plus omega by omega c the whole raised to 2n എന്നാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ വരുന്നത് A divided by root of 1 plus omega by omega c whole raised to 2n ആണ്. 2n മീൻസ് ഓർഡർ ആണ്, omega c എന്ന് വെച്ചാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇത് ഫ്രീക്വൻസി omega c കട്ട് ഓഫ് ഫ്രീക്വൻസി. അതാണ് ഞാൻ പറഞ്ഞത്, ഫിൽറ്ററിന്റെ മെയിൻ ആയിട്ട് വരുന്ന 2 പാരാമീറ്റേഴ്സ്, ഡിസൈൻ പാരാമീറ്റേഴ്സ് ആണ്. ഒന്ന് ഈ ഓർഡർ ഓഫ് ഫിൽറ്റർ n ആൻഡ് സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്തത്. അതിനകത്ത് വരുന്ന 2 പാരാമീറ്റേഴ്സ് ആണ്, ഒന്ന് ഓർഡർ ഓഫ് ഫിൽറ്റർ, സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അതില് ഈ ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് കറസ്പോണ്ട് ചെയ്താണ് ഒമേഗ സി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇവിടെ വരുമ്പോഴത്തേക്ക് A/√2 ആണ്. ഓക്കെ, 3dB ഫ്രീക്വൻസി വരുന്നത് A/√2 ആണ് ഇവിടെ കറസ്പോണ്ടിങ് വരുന്നത്. ആ ക്രോസിംഗ് പോയിന്റ് ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചെബിഷേവ് വരുമ്പോഴത്തേക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ മോഡ് G(omega) ഈക്വൽസ് A ഡിവൈഡഡ് ബൈ, ഇക്വേഷൻസ് ഇപ്പം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ CH സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സി എന്നാണ് ആ ചെബിഷേവ് ഫിൽറ്റർ വരുമ്പോഴത്തേക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിന്റെ ഇക്വേഷൻ വരുന്നത് A ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സി. അതിൽ ഈ ചെബിഷേവ് പോളിനോമിയൽ എന്ന് പറയും കേട്ടോ. ഈ CN എന്ന് പറയുന്നത് CN ഓഫ് X എന്ന് വരും. അതിനെ വി കോൾ ഇറ്റ് ആസ് ചെബിഷേവ് പോളിനോമിയൽ. ഡിസൈൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് സിലബസ് ഒന്ന് ഫെമിലറൈസ് ആവുക,
അത് കഴിഞ്ഞിട്ട് ഈ എങ്ങനെയാണ് ഒരു IR ഫിൽറ്റർ ഡിസൈൻ ടെക്നിക്സ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു IR ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്, ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ആണ്. അതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെന്റ്സ് ആണ് വരുന്നത്. അനലോഗ് ഫിൽറ്റർ ആയിരുന്നെങ്കിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ വന്നേനും അതിന് പകരമായിട്ട് ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെന്റ്സ് ആണ് ഡിജിറ്റൽ ഫിൽറ്ററിനകത്ത് വരുന്നത്. IR കേസിൽ അതിന്റെ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ് വരുന്നത് അല്ലേ. IR മീൻസ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്. അത് റിക്കേഴ്സീവ് ഫിൽറ്ററിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് xn, പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് xn-1, xn-2 ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് yn-1, yn-2 എക്സെട്ര. അതുപോലെ അതിന്റെ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം ആയിരിക്കും. FIR കേസ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം ന്യൂമറേറ്റർ മാത്രമേ വരത്തുള്ളൂ. IR വരുമ്പോഴത്തേക്ക് അതിനകത്ത് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് വരുന്നതുകൊണ്ട് ഇറ്റ് കംസ് അണ്ടർ ഓർ ഇറ്റ്സ് സിസ്റ്റം ഫംഗ്ഷൻ ഈസ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം ആണ്. അതിൽ ഈ IR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും തരുന്നത്, സ്പെക് ആയിരിക്കും തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇക്വലന്റ് അനലോഗ് സ്പെക്കിലേക്ക് കൺവേർട്ട് ചെയ്യും, സ്പെസിഫിക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ അനലോഗ് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് വി വിൽ ഡിസൈൻ എ HOFS, അനലോഗ് പ്രോട്ടോടൈപ്പ് ഫിൽറ്റർ. അനലോഗ് പ്രോട്ടോടൈപ്പ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യും, HS. ആ അനലോഗ് പ്രോട്ടോടൈപ്പ് ഫിൽറ്ററിന്റെ 2 അപ്രോക്സിമേഷൻസ് ആണ് ഇപ്പം പറഞ്ഞ. ഒന്ന് ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷൻ, സെക്കൻഡ് വൺ ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ്. അത് രണ്ടും ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു IIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു നോ ദ ഡിസൈനിങ് ഓഫ് ദിസ് അനലോഗ് ഫിൽറ്റേഴ്സ്. അനലോഗ് ഫിൽറ്റർ ഡിസൈൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അനലോഗ് ഫിൽറ്റർ ഡിസൈനാണ് 2 ഫിൽറ്റേഴ്സ് ആണ്, ഒന്ന് ബട്ടർവർത്തും സെക്കൻഡ് ചെബിഷേവും. അങ്ങനെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? അതിന്റെ HOFS ഫൈൻഡ് ഔട്ട് ചെയ്യും. HOFS മീൻസ് എന്തായിരിക്കും? അത് അനലോഗ് ആണ്, ഓക്കെ, കണ്ടിന്യൂസ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളുടെ ഡിജിറ്റൽ ഫിൽറ്റർ മീൻസ് അതിന്റെ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ HOFZ ആണ്. നമ്മൾ റിയലൈസ് ചെയ്തപ്പം HOFZ അല്ലേ തന്നത്, HOFZ വെച്ചിട്ടല്ലേ നമ്മൾ അതിന്റെ സ്ട്രക്ചറൊക്കെ വരച്ചത്. അപ്പം ഡിസൈനിങ് മീൻസ് HOFZ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ IIR നമുക്ക് ഡയറക്റ്റ് അങ്ങ് HZ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. IIR ഈ 2 പ്രോട്ടോടൈപ്പ് ഏതെങ്കിലും ബട്ടർവർത്തോ ചെബിഷേവ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് അതിന്റെ HOFS കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? HZ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഒന്ന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, സെക്കൻഡ് ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ, മാച്ച് ഡിസ്റ്റന്റ് ട്രാൻസ്ഫോം, അപ്രോക്സിമേഷൻ ഡെറിവേറ്റീവ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ആണ്. ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് മീൻസ് ഒരു HS കിട്ടിക്കഴിഞ്ഞാൽ ഹൗ വിൽ ഈ ട്രാൻസ്ഫോം ഇൻ ടു HOFS. ആ മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 4 മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? അനലോഗ് ഫിൽറ്റർ ഡിസൈൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ അനലോഗ് പ്രോട്ടോടൈപ്പ് 2 ടൈപ്പ് ബട്ടർവർത്തും ചെബിഷേവും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ ഇപ്പൊ ഒരു 5 മാർക്സിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് കമ്പയർ ബട്ടർവർത്ത് ആൻഡ് ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ് എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. രണ്ടും ഒന്ന് ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻസ് ആണ്. അതിനുശേഷം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് വരയ്ക്കുക. റെസ്പോൺസ് വരയ്ക്കുമ്പം ഈ ബട്ടർവർത്തിന്റെ കേസിൽ പാസ് ബാൻഡിലും സ്ലോ ബാൻഡിലും അത് ഫ്ലാറ്റ് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് അതിനെ മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ എന്ന് പറയും. ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ബട്ടർവർത്ത് എന്ന് പറയാതെ ക്വസ്റ്റിനകത്ത് ഡിസൈൻ എ മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് ഡിസൈൻ എ ബട്ടർവർത്ത് ഫിൽറ്റർ. അത് ഓർത്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഈ റെസ്പോൺസിൽ 2 ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ N ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഐഡിയൽ റെസ്പോൺസ്, ഇതാണ് ഒരു ഐഡിയൽ റെസ്പോൺസ് പറയുന്നത്, ലോ പാസിന്റെ ഐഡിയൽ റെസ്പോൺസ്. ദിസ് ഈസ് പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്. അപ്പം ഈ N ഓർഡർ ഓഫ് ഫിൽറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് ഐഡിയലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. ഓക്കെ, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അത് മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ കാര്യം പറയണം. നെക്സ്റ്റ് അതിന്റെ പോൾ വാല്യൂസ് ലൈൻ സർക്കിൾ ആണ്. ഓക്കെ, അതിനകത്ത് വരുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് ഓർഡർ ഓഫ് ഫിൽറ്ററും കട്ട് ഓഫ് ഫ്രീക്വൻസി. അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ ഇതിലും കുഴപ്പമില്ല, എളുപ്പമാണ്. മോഡ് നമുക്കറിയാം, ഈ 1/√of
റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ അങ്ങനെയാണ് നമ്മൾ സാധാരണ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്. അതേപോലെ വരുന്നത് a ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ബൈ ഒമേഗ സി ഹോൾ റേസ്ഡ് ടു n. ദിസ് ഒമേഗ സി ഇസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഒമേഗ സിയും ഈ a ബൈ റൂട്ട് 2 മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ആ പോയിന്റ്. ഓക്കെ, ആ പോയിന്റ് വെച്ചിട്ടാണ് എല്ലാം മീറ്റ് ചെയ്ത് ഇങ്ങനെ മാറുന്നത്. അതിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ് ഒന്ന് എന്നും സെക്കൻഡ് ഒമേഗ സി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബട്ടർവർത്തിൽ മെൻഷൻ ചെയ്യണം. ചെബിഷേവ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ വരുമ്പോൾ അത് ഒരു ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ ആണ്. അത് 2 കാറ്റഗറിയിൽ വരും. നേരത്തെ കേസിൽ ബട്ടർവർത്തിന്റെ കേസിൽ രണ്ടും സ്മൂത്ത് ആയിരുന്നു. പക്ഷേ ചെബിഷേവ് വരുമ്പോഴത്തേക്ക് ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ബി ഹാവിങ് റിപ്പിൾസ് ഇൻ ഐദർ പാസ് ബാൻഡ് ഓർ സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ, അതിൽ പാസ് ബാൻഡിൽ റിപ്പിൾസ് വരുന്നു, സ്റ്റോപ്പ് ബാൻഡിൽ മൊണോട്ടിക്കലി ഫ്ലാറ്റ് ആയിട്ട് വരുന്ന കേസാണ് ടൈപ്പ് 1 ചെബിഷേവ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് റിപ്പിൾസ് ഇൻ സ്റ്റോപ്പ് ബാൻഡ്. പാസ് ബാൻഡിൽ സ്മൂത്ത് ആയിരിക്കും. അതിനെ നമ്മൾ ടൈപ്പ് 2 എന്ന് പറയും. അതിന്റെ വേറൊരു നെയിമാണ് ഇൻവേഴ്സ് ചെബിഷേവ് ഫിൽട്ടർ. ഓക്കെ, അത് ഇപ്പൊ ടൈപ്പ് 1 വരുമ്പോഴത്തേക്ക് എൻ ഓഡ് വരുന്ന കേസും എൻ ഈവൻ വരുന്ന കേസും ഉണ്ട്. ദിസ് ഈസ് എൻ ഈവൻ വരുന്ന കേസ്, ദിസ് ഈസ് എൻ ഓഡ് വരുന്ന കേസ്. അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ സി എൻ സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സി എന്നാണ് വരുന്നത്. അതിൽ ഈ സി എൻ എന്ന് പറയുന്നത് ചെബിഷേവ് ഫിൽട്ടർ അതിന്റെ പോളിനോമിയലാണ്. ഡീറ്റെയിൽസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അത് പറയാം. അതുപോലെ അതിന്റെ ട്രാൻസിഷൻ വിഡ്ത്ത് കുറവാണ് കമ്പയർ ടു ബട്ടർവർത്ത് ഫിൽട്ടർ. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോള് ലൈസ് ഇൻ എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും ചെബിഷേവ് ഫിൽട്ടറിന്റെ കേസിൽ. പോൾസ് ലൈ ഇൻ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇത്രയും ഫിഗേഴ്സും ഈ ഇക്വേഷനും അതിന്റെ സ്പെഷ്യാലിറ്റിയും മെൻഷൻ ചെയ്യണം. ഓക്കെ, ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ കേസിൽ ഇത്രയും ഇത്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ IIR ഫിൽട്ടറിന്റെ ഡിസൈൻ ഫുൾ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കാണും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർവർത്ത് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ പഠിക്കും. ബട്ടർവർത്ത് ഫിൽട്ടർ കാരണം ഇതെല്ലാം അനലോഗ് പ്രോട്ടോടൈപ്പ് പഠിച്ചെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബട്ടർവർത്ത് ഫിൽട്ടർ അതിൻ്റെ കുറച്ച് ഡിസൈൻ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഡിസൈൻ ഇക്വേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു രണ്ട് മൂന്ന് പ്രോബ്ലവും അത് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെബിഷേവ് ഫിൽട്ടർ ഉണ്ട്. അപ്പോൾ ചെബിഷേവ് ഫിൽട്ടറിൻ്റെയും ഡിസൈൻ ഇക്വേഷൻസും പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈനിൽ ഈ ഒരു പാർട്ട് കഴിയും, HS കഴിയും. ഓക്കെ, ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഡിസൈനെ അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ചോദിക്കാറുണ്ട്, ഡിസൈനെ അനലോഗ് ചെബിഷേവ് ഫിൽട്ടർ ചോദിക്കാറുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള മെത്തേഡ്സ്, അതായത് ഇപ്പം ഇതിപ്പോൾ 2 HS ആയുള്ളൂ. അപ്പോൾ അതിനെ HZ കൺവേർട്ട് ചെയ്യണം. HZ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് BLT വെച്ചിട്ടുള്ളത് ചെയ്യും. ഓക്കെ, ചെബിഷേവ് ഫിൽട്ടറിന് BLT വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ ബട്ടർവർത്ത് ഫിൽട്ടറിന് BLT വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഫോർത്ത് വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ അതിന് IIT എന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പൊ അതും ബട്ടർവർത്ത് എങ്ങനെ, ചെബിഷേവ് എങ്ങനെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ആ ഒരു ഓർഡറിലായിരിക്കും ചെയ്തു പോകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാമിന് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കി നമുക്കത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ കുറേ ഡിസൈൻ ഇക്വേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചു പോവാം. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസും അതുപോലെ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ HOFS ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫുൾ ഈ ഒരു ഡിസൈൻ IIR ഡിസൈൻ ഫുള്ള് നമ്മൾ കവർ ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ സിലബസ് വെച്ചപ്പോൾ നമുക്കറിയാം എല്ലാം ഓരോ മോഡ്യൂൾസ് ആണ്. ഓക്കെ, ഇത് ഓരോന്നും ഈ IIR ഫിൽട്ടർ എന്ന് വെച്ചാൽ എൻ്റയർ മോഡ്യൂളാണ്. മോഡ്യൂളിൽ ഡിസൈൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഷുവറായിട്ട് essay ക്വസ്റ്റിനും ഷോർട്ട് ക്വസ്റ്റിനും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ സീക്വൻസ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്സും ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.